നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണ എന്തിനായിരിക്കും കൊച്ചിയിലെത്തിയത്? മുംബൈയിൽ ഭീകരാക്രമണം സംഘടിപ്പിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തഹാവൂർ റാണ കൊച്ചിയിലെത്തിയതും താജ് ഹോട്ടലിൽ താമസിച്ചതും കൊച്ചിയിലും പരിസര പ്രദേശത്തുമുള്ള 13 പേരുമായി സമ്പർക്കം പുലർത്തിയതും. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറിയതിനു ശേഷം NIA വൃത്തങ്ങൾ നടത്തിയ നിരന്തരമായ ചോദ്യം ചെയ്യലിലാണ് തഹാവൂർ റാണ എന്തിനാണ് കൊച്ചിയിലെത്തിയതിന്റെ രഹസ്യം ചുരുളഴിഞ്ഞത്. മുംബൈ പോലെ തന്നെ കൊച്ചിയും ഇന്ത്യയുടെ തീരദേശത്തെ തന്ത്രപ്രധാനമായ നഗരമാണ്. മുംബൈയുടെ അത്രയും തന്നെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ, സ്ഥാപനങ്ങൾ കൊച്ചിയിലുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, NAD നേവൽ ആംഡ് ഡിപ്പോ, നേവൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി അഥവാ NPOL അവരാണ് നേവിക്ക് വേണ്ടിയുള്ള കടലിനടിയിലെ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നത്. ഇത്തരം വളരെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ, അതിലെല്ലാം ഉപരി സദേൺ നേവൽ കമാൻഡ്, ഇന്ത്യൻ നാവികസേനയുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ താവളമായ കൊച്ചി സദേൺ നേവൽ കമാൻഡ്, ഇത്തരത്തിൽ വലിയ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ കൊച്ചിയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തഹാവൂർ റാണ കൊച്ചിയിലെത്തിയത്. എന്ന് വെച്ചാൽ മുംബൈ പോലെ തന്നെ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ ആക്രമണ ലക്ഷ്യമായിരുന്നു കൊച്ചി എന്ന് ഇപ്പോൾ വെളിവാകുകയാണ്. തഹാവൂർ റാണ കൊച്ചിയിൽ സന്ദർശിച്ച ഒരാളെ ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തു. അയാൾ ആലുവ സ്വദേശിയാണെന്നാണ് NIA വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇനി 12 പേരെ കൂടി കണ്ടെത്താനുണ്ട്. ആരായിരിക്കും ഈ 12 പേർ? ഇവർ എവിടെയൊക്കെയാണ്, കൊച്ചിയുടെ ഏതൊക്കെ ഭാഗത്താണ് താമസിക്കുന്നത്? ഇതെല്ലാം NIA അന്വേഷിക്കുകയാണ്. ഏതായാലും കൊച്ചിയിലെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെ കുറിച്ച് തഹാവൂർ റാണ അന്വേഷിച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേവൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി, NPOL, സദേൺ നേവൽ കമാൻഡ് ഇവയെല്ലാം DRDOയുടെയും പ്രതിരോധ വിഭാഗത്തിന്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. ഇവയെല്ലാം വളരെയേറെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളാണ് എന്ന് മാത്രമല്ല വളരെയേറെ പ്രതിരോധ രഹസ്യങ്ങൾ അടങ്ങുന്ന ഇടവുമാണ്. ഇതെല്ലാം ആക്രമണ ലക്ഷ്യമാക്കാൻ തഹാവൂർ റാണ ഉദ്ദേശിച്ചു എന്നാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികളിൽ നിന്നും രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. കൊച്ചി ഇന്ത്യയിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് കൊച്ചിയിലേക്ക് വരുന്ന വിദേശികളെ ഇനി മുതൽ കർശനമായി നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയുമാണ്. കൊച്ചിയിലേക്ക് ധാരാളം പേർ, പ്രത്യേകിച്ച് ബംഗ്ലാദേശികളും മറ്റും ധാരാളം പേർ കൊച്ചിയിലേക്ക് പല പേരുകൾ വരുന്നുണ്ട്. കൊച്ചിയിലെ അന്യ സംസ്ഥാന അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലേക്ക് ബംഗ്ലാദേശികൾ നിരന്തരം നുഴഞ്ഞു കയറുന്നുണ്ടെന്നും അങ്ങനെ ആ രീതിയിലുള്ള പല അറസ്റ്റുകളും ഇവിടെ നടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് വരുന്ന വിദേശികളെ അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരെ കൃത്യമായി വിശകലനം ചെയ്യാൻ, അന്വേഷിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തയ്യാറെടുക്കുകയാണ്. ഏതായാലും ആലുവ സ്വദേശിയായ ഒരാളെ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നിരന്തരമായി NIA ചോദ്യം ചെയ്തു വരികയാണ്. അവരിൽ നിന്നും മറ്റും 12 പേർ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ NIA നടത്തുന്നത്. ഏതായാലും തഹാവൂർ റാണയ്ക്ക് കൊച്ചിയിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ NIAക്ക് യാതൊരു സംശയവുമില്ല. ആ ബന്ധങ്ങളെ കുറിച്ച് കൃത്യമായ അന്വേഷണമാണ് നടന്നു വരുന്നത്. 12 പേരും, ഈ 13ാമൻ ഇപ്പോൾ അറസ്റ്റിലായി കഴിഞ്ഞു. ബാക്കി 12 പേരും NIAയുടെ പിടിയിലാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കൊച്ചി ഒരു അപകട മേഖലയാണ്. കൊച്ചി അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത് പോലെയാണ്. ഏത് സമയത്തും കടൽ വഴിയുള്ള ഒരു വൈദേശിക ആക്രമണം കൊച്ചിക്ക് നേരെ ഉണ്ടാകാമെന്ന് 15-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചന നൽകിയിരുന്നു. ഏതായാലും തഹാവൂർ റാണയെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും ചോദ്യം ചെയ്യാനുമുള്ള നീക്കത്തിലാണ് NIA. അടുത്ത ആഴ്ച തന്നെ തഹാവൂർ റാണയെ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ആലുവ സ്വദേശിയെയും തഹാവൂർ റാണയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള 12 പേർ ആരായിരുന്നു എന്ന് കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ NIA നടത്തുന്നത്.